السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹനിധികളായ ഹബീബുകളെ, അള്ളാഹുവിൻ്റെ മഹലായ ഫളില് കൊണ്ട് റമളാനു ഷരീഫിലെ റഹ്മത്തിൻ്റെ പത്തിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസിൽ കാണാം, ലമ്മ ഖലഖല്ലാഹുൽ ഖൽഖ, പടച്ച തമ്പുരാൻ സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ചപ്പോൾ പടച്ചപ്പോൾ, കതബ ഫീ കിതാബിഹി വഹുവ ഇൻദഹു ഫൗഖൽ അർശി, അർശിൻ്റെ മുകളിലുള്ള കിതാബിൽ രേഖപ്പെടുത്തി വെച്ചു. അർശിൻ്റെ മുകളിലുള്ള കിതാബിൽ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്? ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി, ഇന്ന റഹ്മതി, എൻ്റെ കാരുണ്യം, തീർച്ചയായും എൻ്റെ കാരുണ്യം, തഗ്ലിബു ഗളബി, അത് എൻ്റെ കോപത്തെ, എൻ്റെ ദേഷ്യത്തെ മറികടന്നിട്ടുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, പടച്ച തമ്പുരാൻ സൃഷ്ടികളെ മുഴുവനും പടച്ചപ്പോൾ ആ റബ്ബ് അവൻ്റെ അടിമകളുടെ മേലിൽ എത്രത്തോളം കാരുണ്യമുള്ളവനാണെന്നറിയിക്കാൻ അർശിൻ്റെ മുകളിലുള്ള കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടത്രേ. പടച്ച തമ്പുരാൻ്റെ കാരുണ്യമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദേഷ്യത്തേക്കാൾ കോപത്തേക്കാൾ മറികടന്നതാണ്, മുകളിലാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമെന്ന്. എൻ്റെ സ്നേഹനിധികളായ കൂട്ടുകാർ, റഹ്മത്തിൻ്റെ 10 ഈ വർഷത്തെ വിട പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ പടച്ച തമ്പുരാൻ്റെ കാരുണ്യം എത്രയോ മുകളിലാണ്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവനാണ്. നമ്മൾ കരുണയെ ചോദിക്കണമെന്നു മാത്രം. നമ്മൾ കരുണയെ പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി തേടണമെന്നു മാത്രം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് പരിപൂർണമായി നൽകിയവരുടെ കൂട്ടത്തിൽ, റഹ്മത്ത് നേടിയെടുക്കാൻ സാധിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.